ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം 65 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ദാവീദാണ് സങ്കീർത്തനം എഴുതിയതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്രത്യേക പദങ്ങളാണ് ധ്യാനചിന്തയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഈ വാക്യമെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. ഒന്നാമത്, ദാവീദ് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ആരാധന കഴിക്കുന്നത് യോഗ്യനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആ ദൈവത്തിൻ്റെ യോഗ്യത എന്താണ് എന്നുള്ളത് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാം. എന്താണ് യോഗ്യത? ഒന്ന്, പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ദൈവത്തിനെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യതയായി കാണാൻ പറ്റും. എന്ന് വെച്ചാൽ എൻ്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ദാവീദ് പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം മറ്റു ചില സങ്കീർത്തനങ്ങളിലുണ്ടത്. ചില ദൈവങ്ങൾ ചെവിയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട് ഒക്കെ തോന്നും, പക്ഷേ കേൾക്കുന്നില്ല, കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ല, കൊണ്ടുവച്ചട തിരിക്കുക. എന്നാൽ ദാവീദ് പറയുക, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് ആ ദൈവത്തിനെ കുറിച്ചുള്ള യോഗ്യത പറയുന്നത്, അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തും. ഈ അകൃത്യം എന്നുള്ളത് പാപം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നശിച്ചു പോകേണ്ട മേഖലയെക്കുറിച്ച് പറയുന്നൊരു പദമാണ്. എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു, നശിച്ചു പോകേണ്ടതായിരുന്നു, തകർന്നു പോകേണ്ടതായിരുന്നു, ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്തതായിരുന്നു. പാപത്തിൻ്റെ കഠിനമായ അവസ്ഥകൾ സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. പാപം രോഗിയാക്കുന്നു, പാപം മരണത്തിലേക്ക് നയിക്കുന്നു, പാപം മനുഷ്യനെ നിശ്ചലനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അകൃത്യങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു എന്നുള്ളതാണ്. അത് കേവലം ചെറുതാകട്ടെ വലുതാകട്ടെ ഏതു പ്രശ്നത്തിനും ഈ ദൈവത്തിന് പരിഹാരം വരുത്താൻ കഴിയുമെന്നുള്ളത്. ചിന്തിച്ചു നോക്കി ദൈവമക്കളെ, ദൈവത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസിൻ്റെ ഒരു കരച്ചിലുണ്ട്, ഈ മരണത്തിൽ നിന്ന് എന്ന് വെച്ചാൽ എൻ്റെ ഈ കൊടിയ അവസ്ഥയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മാനവജാതിക്കെല്ലാം വേണ്ടി കരയുന്ന ഒരു കരച്ചിലാണ്. എന്നുവെച്ചാൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ അതിനും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ദാവീദ് പറയുക. എൻ്റെ ദൈവത്തിൻ്റെ യോഗ്യത എന്തെന്നറിയാമോ? അവൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിനും പരിഹാരം വരുത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്തിരി വിശദീകരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പദം അവിടെ നിർത്തുകയും. മൂന്നാമതായിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, നന്മ കൊണ്ട് തൃപ്തരാക്കും. എന്ന് വെച്ചാൽ ഈ തൃപ്തി എന്നുള്ള പദം ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് വരുന്നൊരു കാര്യം. അത് കിട്ടുക എന്നുള്ളത് ഹല്ലേലൂയ ഒരല്പം പാടാം. തൃപ്തി വരുത്തുക, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു മനുഷ്യനും തൃപ്തനല്ല. ചിലർക്ക് എത്ര പണം കൊടുത്താലും, ഒരു വാഹനം കഴിഞ്ഞ് അടുത്ത വാഹനം, അത് കഴിഞ്ഞ് മറ്റൊന്ന്, ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ തൃപ്തി കിട്ടുക എന്നുള്ളത്
ദൈവത്തിനെ കൊടുക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തൃപ്തനല്ല, ഒരു കാലത്തും തൃപ്തനല്ല, ഒന്നിലും തൃപ്തനല്ല. എത്ര വസ്തുക്കൾ കിട്ടിയാൽ, എത്ര ധനം കിട്ടിയാൽ, എന്ത് കിട്ടിയാലും വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു ത്വര, ഒരാഗ്രഹം മനുഷ്യനുണ്ട്. പക്ഷേ ദൈവത്തിനു മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് തൃപ്തി എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവഭക്തന്മാരുടെ പോക്കറ്റിൽ ഒന്നുമില്ലെങ്കിലും അവരുടെ മുഖമൊക്കെ പ്രസന്നതയോടെ ഇരിക്കുന്നത്. അത് പത്രോസും യോഹന്നാനും ഒരിക്കൽ ഒരു മുടന്തനായ മനുഷ്യനോട് പറയുന്നുണ്ട്. അവനോട് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ആ ധൈര്യം കണ്ടില്ലേ, പക്ഷെ ഒന്ന് ഞങ്ങൾക്കുണ്ട്, അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്. എന്ന് വെച്ചാൽ വെള്ളിക്കും പൊന്നിനും കൊടുക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തൃപ്തി കിട്ടുക എന്നുള്ള ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മാത്രമേ കിട്ടൂ. അപ്പം ഈ മനുഷ്യൻ പറയും, എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാവൻ, സ്തുതിക്ക് യോഗ്യന, കാരണം എൻ്റെ ജീവിതത്തിൽ തൃപ്തി കിട്ടിയത് അവൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് അദ്ദേഹം പറയുകയാണ്, എന്നെ ഉറപ്പിച്ചത് എന്നെ ഉറപ്പിച്ചത്. മനുഷ്യനൊക്കെ ഫ്ലക്ച്വേഷനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഉറപ്പിച്ചു. ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഒത്തിരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലെ ചിലതൊക്കെ ശമിപ്പിച്ചത് അവനാണ്. അപ്പം ഞാൻ ഈ പദം നിർത്തുകയാണ് ഇവിടെ, കാരണം ഈ സങ്കീർത്തനത്തിൻ്റെ എല്ലാ ഭാഗത്തിലൂടെ പോകാൻ പറ്റില്ല. അപ്പം ഇത്രയെങ്കിലും നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓടി വരട്ടെ. ഈ മനുഷ്യൻ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവത്തിന് ഞാൻ കഴിക്കുന്ന ആരാധന, സ്തുതി എന്നുള്ളത് അവൻ്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ യോഗ്യനാതിന്. കാരണം എൻ്റെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടു, എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരം തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ നന്മ കൊണ്ട് തൃപ്തരാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഉറപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ കെടുത്തി, ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ സ്തുതിക്ക് യോഗ്യനായവനെ ഞാൻ ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പദം കൂടെ എനിക്കതിനകത്ത് ഈ വചനത്തിൻ്റെ തലക്കെട്ട് അങ്ങനെ ഇട്ടു എന്നുള്ളത് കൊണ്ട് ഒന്ന് പറയാതെ വിടാൻ പറ്റില്ല. അതിങ്ങനെയാണ് ഈ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നേർച്ച കഴിക്കുന്നു. അപ്പം ദൈവത്തിന് സ്തുതി കൊടുക്കുന്നു, ആരാധന കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവവും ഞാനുമായി ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഒരു സ്തുതി കൊണ്ടും സ്തോത്രം കൊണ്ടും മാത്രം നിൽക്കുകയല്ല, പകരം ദൈവവും ഞാനുമായി ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു. അപ്പൊ ഉടമ്പടിയിലേക്ക് വരാൻ, ഹല്ലേലൂയ, നമുക്ക് കിട്ടുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അതിന് സ്തോത്രം ചെയ്യണം, സ്തുതി പറയണം. ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നന്ദി പറയണം. ഒക്കെ ശരിയാ, പക്ഷെ അത് നമ്മളെ ഒരു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. നോക്കണം, സ്തോത്രം. ഈ ഉടമ്പടി എന്ന പദം യാക്കോബിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യണം, ഹന്നയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒത്തിരി ആളുകളെ നമുക്ക് കൊണ്ടുവന്നെങ്കിലേ ആ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് പറയുവാനായിട്ട് കഴിയും. യാക്കോബ് ഒരിക്കൽ, ഹല്ലേലൂയ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു സന്ധ്യ ആയി. പ്രൈസ് ദി ലോർഡ്. ഒരു കല്ല് തലയെ, ഹല്ലേലൂയ, സ്തോത്രം, ആ തലയണയെ വെച്ച് കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ ഒരു ദൈവിക സന്ദർശനത്തിലേക്ക് വരുന്നു. ആ സന്ദർശനം എന്ന് വെച്ചാൽ ദൈവം, ഹല്ലേലൂയ, അവനുമായി ഇടപെടുന്ന ഒരിടം, ഹല്ലേലൂയ, ഒരിടമായി ആ ലൂസ് മാറിക്കഴിയുമ്പോൾ അവൻ ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28:20 ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ ഈ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാക്കും. നീ എനിക്ക് തരുന്ന സകലത്തിനും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക, ദൈവമായുള്ള ഒരു ഇടപെടൽ, ഒരു സന്ദർശനം തനിക്കുണ്ടായപ്പോൾ
അവിടെ ഒരു ആരാധന ദൈവത്തിന് കഴിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ ഒരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ പ്രൈസ് ദി ലോർഡ് തയ്യാറാകുന്ന ഒരു വ്യക്തി, അവനൊരു ഉടമ്പടി, ഹല്ലേലൂയ സ്തോത്രം, ലെവലിലേക്ക് ഉയരണം. അവിടെ മുതലാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. സ്തോത്രം. അത് യാക്കോബിൻ്റെ ജീവിതവും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പുതിയ നിയമവും കൂടെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ദൈവവുമായി ഉടമ്പടി ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്കാണ് പിന്നീട് അതിൻ്റെ അനുഗ്രഹം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിർത്തുകയാണ്, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, സ്തുതിക്ക് യോഗ്യനായ എൻ്റെ ദൈവം. അതിന് കാരണങ്ങൾ അവൻ നിരത്തുന്നുണ്ട്. മാത്രമല്ല, ആ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുവാൻ ദാവീദ് സ്തോത്രം ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ നിനക്ക് തന്നെ നേർച്ച കഴിക്കും. നേർച്ച എന്ന പദം ഉടമ്പടി, ഹല്ലേലൂയ, ഒരു പ്രോമിസ്, വ്യക്തിപരമായി ദൈവമുമ്പാകെ എടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ഉടമ്പടിയാണല്ലോ അപ്പാ. ആ മേഖലയിലേക്ക് ദാവീദ് നടത്തപ്പെട്ടു, യാക്കോബ് നടത്തപ്പെട്ടു, പ്രൈസ് ദി ലോർഡ്, ഹന്ന നടത്തപ്പെട്ടു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കാണുമ്പോൾ ആ ഉടമ്പടിയിലേക്ക് അംഗവുമായി ചേർന്ന് ഹല്ലേലൂയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉടമ്പടിയിലേക്ക് നയിക്കുവാൻ ഈ വചന കേൾവിക്കാരനെ, ഹല്ലേലൂയ സ്തോത്രക്കാരെ സഹായിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, അനുഗ്രഹം പ്രാപിച്ച് പോകുന്നവരായിട്ടല്ല, പകരം ഉടമ്പടിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം അതിൽ നിന്നുള്ള നന്മ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ അതിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചനങ്ങൾ കർത്താവെ ജനത്തിന് അനുഗ്രഹമാക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഉടമ്പടിയുടെ ഉപദേശം, അതെ, ആ ഉപദേശത്തിലേക്കൊന്ന് വരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഉടമ്പടി എന്ന ഹല്ലേലൂയ സ്തോത്രം നിലവാരത്തിലേക്ക് ജനമൊന്ന് ഉയരപ്പെടാൻ ഈ വചന കേൾവി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കരം വെച്ച് അനുഗ്രഹിക്കുന്നു. ഈ ദിനം എല്ലാ തരത്തിലും ജനത്തിന് ഈ വചനം അനുഗ്രഹമാക്കണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനതയുടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.